നമ്മളൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് 99% സക്സസിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുക അല്ലെ? അതില് 1% നമ്മൾ ഫെയിലിയറിനെ കുറിച്ചും ചിന്തിക്കണം. കാരണം ഇൻ കേസ് എങ്ങാനും ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നേരിടും എന്നുള്ള കാര്യം പഠിക്കാൻ വേണ്ടിയാണ് ആ ഒരു 1% ഫെയിലിയറിനെ കുറിച്ച് ചിന്തിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ഇതിനായിട്ട് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ബോട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫ്സ് നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി ലൈഫ് ജാക്കറ്റും അതുപോലെ തന്നെ ട്യൂബും അങ്ങനെ കുറച്ച് കാര്യങ്ങളും സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ പറഞ്ഞു തരും അല്ലെ? ചിലപ്പോൾ നമ്മൾ നല്ല എക്സ്പേർട്ട് ആയിരിക്കും നീന്താൻ. നമ്മളത് അവരോട് പറഞ്ഞു കഴിഞ്ഞാലും അവർ പറയും ഇതൊരു റൂളാണ്, ഈ ഒരു സേഫ്റ്റി മെഷർ നിങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യം പറയും. അവിടെ 99% നമ്മൾ ബോട്ടിൽ നിന്ന് വീഴൂല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ എങ്ങാനും 1% വീഴാൻ ചാൻസ് ഉണ്ടെങ്കിൽ തന്നെ അവിടെ രക്ഷപ്പെടാനുള്ള സേഫ്റ്റി മെഷേഴ്സ് എടുക്കാൻ വേണ്ടി അവര് നമുക്ക് ലൈഫ് ജാക്കറ്റും ട്യൂബൊക്കെ തരും. എത്രേ ഉള്ളൂ. അതായത് നമ്മൾ എപ്പോഴും സക്സസിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ, പോസിറ്റീവ് മാത്രം കണ്ടാൽ പോരാ, നെഗറ്റീവും കണ്ട് അതിനെ നേരിടാനുള്ള കപ്പാസിറ്റി, ടോളറൻസ്, സ്കില്ലും ഡെവലപ്പ് ആക്കണം എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഓക്കെ, ബൈ.